എല്ലാവർക്കും എം ടി ടാങ്കിൻ്റെ അൽ അർമേനിയൻ മറ്റൊരു വ്ളോഗ്സിലേക്ക് സ്വാഗതം. അങ്ങനെ ഞങ്ങളെല്ലാവരും നേരത്തെ എണീറ്റു. ക്രിസ്മസിൻ്റെ തലേ ദിവസമായതിൻ്റെ പേരിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി മലാത്തിയ മാർക്കറ്റിലേക്ക് പോകുന്നൊരു ബസ് റൈഡാണ്. ഞങ്ങൾ ഈ പോകുന്നത് ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് ബസ് കയറിയിട്ട് മലാത്തിയ മാർക്കറ്റിലേക്ക് പോകുന്നത്. ആ പോണ വഴിയിൽ ഗായി എന്ന് പറഞ്ഞ ടൗണൊക്കെ ഉണ്ട്, അവിടേക്ക് ചുറ്റിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ബസ്സിലിരുന്നുകൊണ്ട് ഒരു യാത്ര, അർമേനിയൻ യാത്ര നമുക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം ഞങ്ങൾ ഹോസ്റ്റലിൻ്റെ അവിടെ നിന്ന് കയറിയുള്ളൂ. ആക്ച്വലി ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ ഏരിയ ഇച്ചിരി റിച്ച് ഏരിയയാണ്, അത് ഇത്തിരി പോർഷ് ഏരിയയാണ്. അത്യാവശ്യം വലിയ വീടുകളും വലിയ പടുകൂറ്റൻ കെട്ടിടങ്ങളൊക്കെ ഉള്ള ഒരു വലിയൊരു റിച്ച് ഏരിയയാണ് ഞങ്ങൾ താമസിക്കുന്നത്. അതിൻ്റെ അടുത്താണ് ഞങ്ങളുടെ ഹോസ്റ്റൽ. ഞങ്ങളുടെ ഹോസ്റ്റലിനെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഹോസ്റ്റൽ ഇതിന് മുമ്പ് ഒരു ഹോട്ടലായിരുന്നു. ആ ഹോട്ടൽ ഒരു ഹോസ്റ്റലാക്കി കൺവേർട്ട് ചെയ്തതാണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അർമേനിയയിലെ ഒരു മോഡേൺ ആർക്കിടെക്ചർ ബിൽഡിങ്സ് ഒക്കെയാണ് ഇപ്പോൾ ഈ കാണുന്ന കാഴ്ചയിൽ. ഇനി നമ്മൾ മുന്നോട്ട് പോകുന്തോറും പഴയ ബിൽഡിങ്സൊക്കെ ഇതിൻ്റെ ഇടയിൽ കയറി വരും. നമ്മുടെ ഏരിയ ഇച്ചിരി പോർഷായാലും ഇവിടെ അത്യാവശ്യം പുതിയ ന്യൂജൻ വീടുകളൊക്കെ നമുക്ക് കാണാം. പിന്നെ കുറേ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന വീടുകളും അങ്ങനെ ഓരോ സെറ്റപ്പിലൂടെ കാണാം. ഇതാണ് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ. നമ്മളിപ്പോൾ കയറിയിരിക്കുന്ന ബസ് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനാണ്. ഒരു ആർമിക്കാരനാണ് ഈ കയറി വരുന്നത്. ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ ഷോപ്പുകളാണ്, കടകൾ. ഇത് ഇപ്പോൾ നമ്മുടെ ബസ് ഇവിടെ സ്റ്റോപ്പിൽ കൂടെ നിർത്തിയൊക്കെയാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ബസ്സിൻ്റെ ഡ്രൈവർ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് പുള്ളി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ അപ്പുറത്ത് ആ ബസ് ഇട്ടേക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ചെറിയൊരു പെട്ടിക്കടലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. അവിടെ പോയിട്ട് പുള്ളി എന്തൊക്കെയോ പേപ്പറിൽ കൊടുത്തിട്ട് എന്തോ സൈനൊക്കെ ഇട്ട് പുള്ളി നേരെ തിരിച്ച് ബസ്സിലൊന്ന് കയറി ബസ് എടുത്തിട്ട് പോരും. ആ സിറ്റുവേഷനാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഞാനിപ്പോൾ അഡ്വാൻസ് ആയിട്ട് നിങ്ങളോട് പറയണത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സ്ഥിരം ട്രാവലിംഗ് എൻ്റെ ഈ ബസ്സിലൂടെയാണല്ലോ. അപ്പോൾ എനിക്ക് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ നിത്യജീവിതം ഈ ബസ്സിലായതിൻ്റെ പേരിൽ എക്സ്പീരിയൻസ്ഡ് ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. കാരണം എല്ലാ ദിവസവും രാവിലെ ഞാൻ ഇവിടുന്ന് കയറി കഴിയുമ്പോൾ ഈ ബസ്സിലെ ഡ്രൈവർ വണ്ടി ഇവിടെ കൊണ്ട് നിർത്തും. മിക്കപ്പോഴും ഞാനായിരിക്കും ബസ്സിലുണ്ടാവുള്ളൂ. കാരണം ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ അവിടെ നിന്ന് ഈ വണ്ടി എടുത്തു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്താണ് സ്റ്റാൻഡ്. അവിടെ നിന്ന് വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഞാൻ മാത്രമേ ഇപ്പോൾ ഉണ്ടാവുള്ളൂ. ഇവിടെ ഒന്ന് നിർത്തും. ഈ 2 സ്റ്റോപ്പ് അപ്പുറത്ത് കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ നിന്ന് കുറേ ആൾക്കാരൊക്കെ കയറും. അവിടെ ഇത്തിരി ക്രൗഡ് ഉണ്ട്. ഇതിൻ്റെ ഇപ്പുറത്ത്, അതായത് റൈറ്റ് സൈഡിൽ ഒരു ആർമിയുടെ കോമ്പൗണ്ടാണ്. പിന്നെ ഞാനിവിടെ വന്നപ്പോൾ ഇഷ്ടംപോലെ കണ്ടൊരു സംഭവമാണ് ഈ പൈപ്പ് ലൈൻസ്. ഈ ഓരോ റോഡുകളും ഇതുപോലെ ഓരോ പൈപ്പ് ലൈൻസ് ഉണ്ട്. എന്താ സംഭവം എന്ന് എനിക്കിതുവരെ മനസ്സിലായില്ല. എനിക്ക് തോന്നുന്നത് വാട്ടർ കണക്ഷൻ ആണെന്നാണ് തോന്നുന്നത്. എല്ലായിടത്തേക്കും ഇവിടെ വെള്ളം എത്തിക്കുന്നത് ഇതുപോലത്തെ പൈപ്പിൻ്റെ അകത്ത് കൂടിയാണ്. ഇവിടെ ഞങ്ങളുടെ ഹോസ്റ്റലിലോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള വീടുകളൊന്നും നമ്മുടെ നാട്ടിലെ പോലെ കിണറൊന്നും ഇവിടെ കണ്ടിട്ടില്ല. പൈപ്പ് ലൈനിലാണ് വെള്ളം വന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഈ കാണുന്ന വലിയ ബിൽഡിംഗ് ഒരു സ്കൂളാണ് ഇവിടുത്തെ. ഇത് ഈ സൈഡ് ആക്ച്വലി റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ വർക്ക് എടുക്കുകയാണ്. അതിൻ്റെ അപ്പുറത്ത് വർക്കിംഗ് ആണ് ഇപ്പോൾ ഈ സമയത്ത്. പിന്നെ ഇന്നിപ്പോൾ ചെറുതായിട്ട് മഴക്കാറുണ്ട്, പക്ഷെ എന്നാൽ മഴയില്ല. അത് ഈ റോഡ് ഗായ് ടൗണിലേക്കാണ് നേരെ ചെന്ന് മുട്ടുന്നത്. ഈ കാണുന്ന നേരെ കട ഒരു താക്കോൽ കടയാണ് ഇവിടുത്തെ. ഗായ് ടൗണിലൂടെ താക്കോൽ കട. ഇപ്പുറത്ത് കാണുന്ന കട ഒരു മിലിറ്ററി ഷോപ്പാണ്. അവിടെ നമുക്ക് മിലിറ്ററി ഡ്രസ്സൊക്കെ വാങ്ങാൻ കിട്ടും. അങ്ങനെ നമ്മൾ ഗായ് ടൗണിലെത്തി. ഇതാണ് ഗായ് ടൗണിലാണ് മെഗാ മോൾ ഇരിക്കുന്നത്. ഇത് അത്യാവശ്യം വലിയൊരു ടൗണാണ്. ഇവിടെ നിന്നാണ് നമുക്ക് മലാത്തിയ മാർക്കറ്റിലേക്ക് പോകുന്നത്. ഇന്ന് ഞങ്ങൾക്ക് ബസ് കിട്ടി, അല്ലെങ്കിൽ ഞങ്ങൾ നടന്നാണ് സാധാരണ പോകാറ്. നേരെ കാണാതെ ഇവിടുത്തെ ഒരു പാർക്കാണ്. പ്ലസ് അവിടെ പ്രൈവറ്റ് ബസ്സുകളൊക്കെ കൊണ്ടുവന്നിട്ടിട്ട് അവിടെ നിന്ന് ആൾക്കാർക്ക് കയറി പോകാനുള്ള സെറ്റപ്പും അവിടെ ഉണ്ട്. ഇപ്പോൾ തന്നെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവന്ന് ബസ് നിർത്തും. ഇതാണ് ഞങ്ങളുടെ ബസ് സ്റ്റോപ്പ്. ഞങ്ങൾ സ്ഥിരം ഇവിടെ നിന്നാണ് ബസ് കയറുന്നത്. ഗായിൽ വന്നിട്ട് മലാത്തിക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ബസ് കയറണം. ഇതാ നേരെ കാണുന്നത് ഇവിടുത്തെ ഒരു സ്റ്റാച്ചു ആണ് അർമേനിയയിൽ. ഇത് പുണ്യാളൻ്റെ സ്റ്റാച്ചു ആണെന്നാണ് പറയുന്നത്. അർമേനിയയിൽ ഇത്തരം സ്റ്റാച്ചുകളും ഈ സ്റ്റാച്ചുകളോടനുബന്ധിച്ച് ഓരോ പാർക്കുകളും ഉണ്ടാവും. പാർക്കുകളായിരിക്കും ഇത്തരം സ്റ്റാച്ചുകൾ ഇരിക്കുന്നത്. ഈ കാണുന്ന ബിൽഡിങ് ഒരു സൂപ്പർ മാർക്കറ്റും അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ മേളിലത്തെ നിലയിൽ ഒരു മുടിവെട്ടടയുണ്ട്. ഈ മുടിവെട്ടയുടെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഒരു സമയം 2 ആൾ വെച്ച് മുടിവെട്ടും. അതാണ് അവിടുത്തെ സെറ്റപ്പ്. കാരണം ഞാനത് നേരിൽ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഇവിടുത്തെ പഴയ ബിൽഡിങ്സാണ്. വർഷങ്ങൾ പഴക്കമുണ്ടാവും തോന്നുന്നു കണ്ടിട്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ പുതിയ മോഡേൺ ആർക്കിടെക്ചേഴ്സൊക്കെ വരുന്നുണ്ട്. ഈ നേരെ കാണുന്നത് ഒരു പാർക്കാണ്. എവിടെ തിരിഞ്ഞാലും പാർക്കുകളാണ്. പിന്നെ വിൻ്റർ ആയതിൻ്റെ പേരിൽ ഇതൊന്നും കാണാൻ വലിയ രസമില്ല എന്നുള്ളൂ. പക്ഷേ വിൻ്റർ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പാർക്കുകളൊക്കെ പ്രവർത്തനം ആരംഭിക്കും.
ഇത് അർമേനിയയിലെ ഒരു വലിയൊരു ബിൽഡിംഗ് ആണ്. അവിടെ അർമേനിയൻ ഫ്ലാഗൊക്കെ വെച്ചിട്ട് എന്തോ സെറ്റപ്പ്, എന്തെങ്കിലും ഒരു ഓഫീസായിരിക്കാൻ ചാൻസ് ഉള്ളൂ കണ്ടിട്ട്. ഈ വരുന്ന വെള്ള ബസ്സാണ് അർമേനിയയിലെ ഇലക്ട്രിക് ബസ്. അത് ഗവൺമെൻറ് ബസ്സാണ്. അതിൻ്റെ ചാർജ് വരുന്നത് 50 dirhams ആണ്. പ്രവർത്തിക്കുന്ന ആ 2 കോലുകൾ ഇങ്ങനെ ഇതിൽ ഇലക്ട്രിക് ലൈൻസ് പോകുന്നുണ്ട്. നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആ ലൈൻസിൻ്റെ അകത്ത് കൂടി ഈ 2 കോല് ബസ്സിൻ്റെ മേളിൽ കണക്ട് ചെയ്യും. അതിടയ്ക്ക് ഡിസ്കണക്റ്റ് ആവും. അപ്പോൾ ഡ്രൈവർ ഇറങ്ങി വന്നിട്ട് ആ ലൈൻ കണക്ട് ചെയ്തിട്ട് വേണം വണ്ടി മുന്നോട്ട് പോകാൻ. ഈ നേരെ കാണുന്നതും ഇവിടുത്തെ ഒരു പാർക്കാണ്. ഇതൊരു അടിപൊളി സെറ്റപ്പ് പാർക്കാണ്. ഈ പാർക്കിലുണ്ട് ഒരു സ്റ്റാച്ചു. ഈ ഏത് പാർക്കിൽ ചെന്നാലും ഇവിടെ ഓരോ സ്റ്റാച്ചുകളും ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, അർമേനിയ എന്ന് പറയുന്ന രാജ്യം ഒരു സോവിയറ്റ് യൂണിയൻ ഭരണകാലത്ത് ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് ഇവിടെ ഏറ്റവും കൂടുതലും സ്റ്റാച്യൂസ് ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ അർമേനിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ജോഗ്രഫിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മൗണ്ടെയിൻസിൻ്റെ ഇടയിലാണ്. അതിനിടയിൽ വേറൊരു കൺസ്ട്രക്ഷൻ കഴിയാത്തൊരു ബിൽഡിംഗ് കിടക്കുന്നുണ്ടാ. അത് പണി തീർന്നിട്ടില്ല, പണി നടക്കുകയെന്ന് തോന്നണേ. ഇതുപോലത്തെ ഒരുപാട് കൺസ്ട്രക്ഷൻ കഴിയാത്തതും ഉപേക്ഷിച്ചതുമായിട്ടുള്ള പല തരത്തിലുള്ള വീടുകളും ബിൽഡിങ്ങുകളും നമുക്കിവിടെ കാണാൻ പറ്റും. ഇതൊരു പെട്രോൾ പമ്പാണ് ഈ ഇപ്പം നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൂരത്തേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് പടുകൂട്ടൻ കെട്ടിടങ്ങൾ അങ്ങനെ മുകളിൽ നിൽക്കുന്നത് കാണാം. ഒരു മല പോലെ കാണാം. ഞാൻ പറഞ്ഞത് നേരത്തെ പോലെ തന്നെ അർമേനിയ എന്ന് പറയുന്ന രാജ്യം ഓരോ ചെറിയ ചെറിയ മലകളുടെയും ഓരോ വലിയ വലിയ മലകളുടെയും ഇടയിൽ കിടക്കുന്ന ഒരു രാജ്യമാണ് ഈ അർമേനിയ എന്ന് പറയുന്ന രാജ്യം. അവിടെ റോഡുണ്ട്. അതൊരു മലയിലേക്ക് കുന്ന് കയറുമ്പോഴത്തെ ഒരു റോഡാണ്. നമ്മളിപ്പോൾ മലയുടെ മേളിൽ വേറൊരു മലയുടെ മേളിലാണ് നിൽക്കുന്നത്. അതിൻ്റെ അടിയിൽ കൂടി ഒരു റോഡ് കൊണ്ട് ഹൈവേ പാസ് ചെയ്തുകൊണ്ട് അങ്ങനെ പല ഡയറക്ഷനിലൂടെയാണ് കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ വേറെ പ്രത്യേകത എന്താ വെച്ചാൽ എവിടെ ചെന്നാലും പെട്രോൾ പമ്പ് കാണും. അത് നേരെ കാണുന്ന ഒരു കാശ്മീരിലെ പെട്രോൾ പമ്പാണ്. പിന്നെ ഇവിടെ 2 ഫ്യൂലും കിട്ടും, ഗ്യാസും കിട്ടും, പെട്രോളും കിട്ടും, ഡീസലും കിട്ടും. രണ്ടല്ല 3 ഫ്യൂല്. ഇത് ഒരു ഫ്ലൈ ഓവറാണ് കാണുന്നത്. അതിൻ്റെ അടിയിൽ കൂടി ഞാൻ പറഞ്ഞത് ഒരു ഹൈവേ ആണ് ഈ പോകുന്നത്. അതിൻ്റെ ടച്ച് ചെയ്ത് മേലിൽ കൂടിയാണ് നമ്മളിപ്പോൾ റോഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളും ആ ഹൈവേയുടെ ഒരു ഭാഗമായി തീരുകയാണ്. ആ ഹൈവേയിലേക്ക് നമ്മളും വന്ന് കയറുകയാണ്. അതിൻ്റെ അപ്പുറം കാണുന്നതെല്ലാം ഫുൾ കാടാണ്. ഇവിടെ ഇഷ്ടംപോലെ ഫോറസ്റ്റ് ഉണ്ട്. തരിശു ഭൂമിയിൽ ഇഷ്ടംപോലെ കിടപ്പുണ്ട്. പക്ഷേ ഇപ്പോൾ വിൻ്റർ ആയതിൻ്റെ പേരാണ് അങ്ങനെയൊക്കെ കാണുന്നത്. വിൻ്റർ അല്ലാത്ത സമയമാണെന്നുണ്ടെങ്കിൽ കാണാൻ അടിപൊളിയാണ്. ഈ കാണുന്നതെല്ലാം ഫുൾ ഓഫ് ബിൽഡിങ്സ് ആണ്. ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ടൗണിൻ്റെ അകത്ത് കൂടിയുള്ള ഒരു യാത്രയാണ്. ഇവിടെയൊക്കെ ഇങ്ങനെ കാടുകളാണെന്നുണ്ടെങ്കിലും മൃഗങ്ങളുടെ ശല്യങ്ങളൊന്നുമില്ല. കാരണം ഇതൊക്കെ ഫെൻസ്ഡ് ആണ്. മതിലൊക്കെ വെച്ച് കെട്ടി ഇതൊരു പണി നടന്നുകൊണ്ടിരിക്കുന്ന ബിൽഡിങ്ങാണ്. ഇതൊരു പുതിയ മോഡേൺ ആർക്കിടെക്റ്റിലാണ് ഈ സംഭവം പടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരുപാട് ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് പഴയ ബിൽഡിങ്സൊക്കെ ഇവിടെ ഉണ്ട്. കുറേയൊക്കെ ഉപേക്ഷിച്ച് പോയതുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ ആ പഴയ ഹിസ്റ്ററിയിലേക്ക് തിരിച്ചു പോകാൻ തോന്നും. സോവിയറ്റ് ഭരണകാലം. ആ കാണുന്നത് അതിമനോഹരമായ ഒരു മലയാണ്. നമ്മുടെ ഇന്ത്യയുടെ ഹിമാചൽ പ്രദേശ് എന്നൊക്കെ പറയുന്നത് പോലെ നമുക്ക് വേണ്ടി അങ്ങനെയും പറയാം. കാരണം കാണുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അത് നേരെ കാണുന്ന ഒരു മലയാണ്. അവിടെ സ്നോ ഉണ്ട്, പക്ഷേ ഇവിടെ സ്നോ ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ അർമേനിയ എന്ന് പറയുന്ന രാജ്യം ഒരു മലകൾ കൊണ്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന രാജ്യമാണ്. അപ്പോൾ ഒരുപാട് വലിയ മലകളിലാണ് ആ കാണുന്ന ഐസുകളെല്ലാം. നമ്മൾ നിൽക്കുന്നിടത്തൊക്കെ തണുപ്പ് കുറവും സ്നോഫോളിങ് ഇല്ലാത്ത ഏരിയയിലാണ് നമ്മളിപ്പോൾ നിലവിൽ നിൽക്കുന്നത്. പിന്നെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ എല്ലാ വീടുകളിലും മുന്തിരി വള്ളികളുണ്ട്, മുന്തിരി ചെടികളുണ്ട്. വിൻ്റർ ആയതിൻ്റെ പേരിലാണ് ഇതെല്ലാം കൊഴിഞ്ഞ് കിടക്കുന്നത്. അല്ലെങ്കിൽ അതിമനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാമായിരുന്നു. ഈ കാണുന്നതെല്ലാം മലകളാണ്. ഓരോ മലകളുടെ മുകളിലൂടെയാണ് നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വേറൊരു മല, ഇത് വേറൊരു മല. ആ കാണുന്നത് ഇപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് കടന്നു വന്നത് ഇങ്ങോട്ടേക്ക്. ഇതിൻ്റെ ഒരു ജോഗ്രഫിക്കൽ സ്ട്രക്ചറാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അർമേനിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ മനോഹരമായ കാഴ്ചകളാണ് ആ കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ഇതിലൂടെ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പൈപ്പ് ലൈൻസ് ആണ് പോകുന്നത്. പക്ഷേ ഈ പൈപ്പ് ലൈൻസൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും ഇന്ന് വരെ ഒരു വണ്ടികൾ വന്ന് ആ പൈപ്പിൽ ഇടിക്കുകയോ അല്ലെങ്കിൽ ആക്സിഡൻ്റ് ആവുകയോ ഒന്നും സംഭവിച്ചിട്ടില്ല. കാരണം റോട്ടിൽ അത്രയും സെക്യൂറായിട്ടാണ് വെച്ചേക്കുന്നത്. വേറൊരു മല, ആ മലയുടെ മേളിലാണ് ഈ കാണുന്ന ബിൽഡിങ്സ് എല്ലാം ഫുള്ളും. ഓരോ മലകൾ തീരുന്നവരും നമ്മൾ ഓരോ മല കയറിയാണ് പോകുന്നത്. പക്ഷേ മലകളാണെന്ന് നമുക്ക് മനസ്സിലാകുന്ന ഇത്തരം ബസ് യാത്രയിലൂടെ നമുക്ക് പോകുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. അങ്ങനെ നമ്മൾ സിറ്റിയിലേക്ക് എത്തി. ഇത് സിറ്റി കവർ ചെയ്തുകൊണ്ടുള്ള യാത്രയാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സിറ്റിയാണ്. ഈ കാണുന്നതൊക്കെ സിറ്റിയിലെ ഓരോരോ ബിൽഡിങ്സാണ്. ഇതാ കാണുന്നത് ഇതൊക്കെ ഗവൺമെൻറ് സർവീസാണ്, പ്രൈവറ്റ് അല്ല, ഗവൺമെൻറ് സർവീസ് ബസ്സുകളാണ് ഈ പോണതെല്ലാം. ഈ ബസ്സുകളിലൊക്കെ പ്രത്യേകത എന്താ വെച്ചാൽ 100 dirhams കൊടുത്തിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം. എന്തോരം കിലോമീറ്റർ ആ ബസ് സഞ്ചരിക്കോ നമുക്ക് ഏത് സ്റ്റോപ്പിൽ നിന്ന് ആ ബസ് തീരുന്ന സ്റ്റോപ്പിൽ 100 dirhams. ഇതൊരു ടൈൽ ഷോപ്പാണ്. അർമേനിയയിൽ വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് കണ്ടൊരു ടൈൽ ഷോപ്പാണ് ഈ കാണുന്നത്. നടന്നു വരുന്ന കൊച്ചിനെ കണ്ട. ആ കൊച്ച് ബസ് കയറാൻ വരുന്നതല്ല, അവൻ ആ വേസ്റ്റ് ബാഗായിട്ടാണ് വരുന്നത്. ആ വരുന്ന വേസ്റ്റ് ബാഗ് കളയാൻ വേണ്ടിയിട്ട് ആ ബസ്സുകാരനത് കണ്ടിട്ട് ആ കൊച്ച് പോയതിന് ശേഷമാണ് ഇപ്പോൾ ബസ് എടുത്തേക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ നടക്കൂല. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പെഡസ്ട്രിയൻസിനാണ്.
ഇതിപ്പോൾ നമ്മുടെ നാട്ടിലെ ബസ്സാണെങ്കിലോ അവർ പോയതിന് ശേഷമേ നമുക്ക് കടക്കാൻ പാടുള്ളൂ. അതാണ് നമ്മുടെ നാട്ടിലെ നിയമം. അതുമാത്രമല്ല, ആ പയ്യൻ നിന്ന് സീബ്ര ക്രോസിങ്ങിലും അല്ല, എന്നിട്ടും ആ പയ്യനോട് മുൻഗണന കൊടുത്തു അവനെ കടത്തി വിട്ടു. സീബ്ര ക്രോസിങ് ഉണ്ടായിട്ട് പോലും ക്രോസ് ചെയ്യാൻ അവസരം കൊടുക്കാത്തവരാണ് നമ്മുടെ ആൾക്കാർ. ഇത് ഞാൻ അർമേനിയയിൽ വന്നതിന് ശേഷം ആദ്യമായി കണ്ട വുമൻ ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ ഹോസ്പിറ്റലാണ്. വലിയൊരു അടിപൊളി പടുകുറ്റൻ കെട്ടിടമാണ് കാണുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് മെഡിക്കൽ സ്റ്റോറുകളൊക്കെ ഉണ്ട്. ഇത് അർമേനിയയിലെ ഒരു ക്രിസ്ത്യൻ പള്ളിയാണ്. ആ പള്ളിയോട് ചേർന്ന് അതിനനുബന്ധിച്ചായിട്ട് ഒരു മണി അടിക്കുന്നൊരു വലിയൊരു ഗോപുരമുണ്ട്. ഇത്തരം കാഴ്ചകളും പുതിയ ബിൽഡിങ്ങുകളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവർ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടത്തിൽപ്പെട്ട രാജ്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ പോണ വഴിയിൽ വെച്ച് ഞാൻ കണ്ടതാണ് ജീപ്പിൻ്റെ 2 ഡോർ വണ്ടി. നമ്മുടെ നാട്ടിൽ മഹേന്ദ്ര താറൊക്കെ പോലെ ഇരിക്കും, പക്ഷേ ഇവിടെ ഇത് ജീപ്പിൻ്റെ വണ്ടിയാണ്. ഇവിടെ മഹേന്ദ്ര ഇല്ല, താറും ഇല്ല. പെട്ടെന്ന് ഒരൊറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ നമുക്ക് മഹേന്ദ്ര താറായിട്ടാണ് തോന്നുന്നത്. അങ്ങനെ വീണ്ടും ഒരു ലാഡാക്കാരനെ നമ്മൾ കണ്ടുമുട്ടി. സോവിയറ്റ് ലാഡ. നമ്മുടെ നാട്ടിലെ ഫിയറ്റിൻ്റെ 118 ഈ സംഭവം. ഇത് റഷ്യക്കാരാണ് ഈ വണ്ടി ശരിക്കും ഇറക്കിയേക്കുന്നത്. പക്ഷേ അർമേനിയയിൽ ഈ വണ്ടി സുലഭമായി കിട്ടും. രജിസ്റ്റേർഡ് ഇല്ല, പഴയത് മാത്രം. ഈ വരുന്ന വണ്ടിയും നമ്മുടെ നാട്ടിലെ ഏതൊരു വണ്ടിയുമായിട്ട് ചെറിയ സാമ്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒറ്റ നോട്ടത്തിൽ എനിക്ക് നമ്മുടെ നാട്ടിലെ ടെമ്പോ ട്രാവലറൊക്കെ ആയിട്ട് തോന്നണേ. അത് TT അല്ല, അത് പഴയ ഏതൊരു വിൻറ്റേജ് വണ്ടിയാണ്. നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന റോട്ടിൽ നിന്ന് കുറച്ച് കഴിയുമ്പോൾ ഒരു ബ്രിഡ്ജ് വരും. ഈ ബ്രിഡ്ജ് 2 മലകളെ തമ്മിൽ കൂട്ടിമുട്ടിക്കുന്ന ഒരു ബ്രിഡ്ജാണ്. ഇപ്പം നമുക്ക് നേരെ നോക്കി കാണാൻ പറ്റും ഒരു മല. ആ മലയുടെ മുകളിൽ കുറേ ഐസൊക്കെ ഉണ്ട്, പക്ഷേ അത് കാർമേഘങ്ങൾ കൊണ്ട് മൂടിയിരിക്കുകയാണ്. അതിൻ്റെ അടിയിലൊരു മലയുണ്ട്, അവിടെ ഒരുപാട് വീടുകളുണ്ട്. അതിൻ്റെ അടുത്തും ചെറിയൊരു മലയുണ്ട്, അവിടെ ഒരുപാട് വീടുകൾ. നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതും ഒരു മലയിൽ നിന്നും അടുത്ത മലയിലേക്കാണ്. അത് ഈ ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടിയാണ് പോകുന്നത്. ഇതിൻ്റെ അടിയിൽ ഒരു റോഡും കൂടിയുണ്ട്. ഇതിപ്പോൾ ഇവിടെ ഒരു കാറ് ബ്രേക്ക് ഡൗണായി കിടക്കുന്ന സംഭവമാണ്. പക്ഷേ ഈ കാറ് കിടക്കുന്ന പക്ക ഹൈവേ കിടന്നിട്ട് പോലും ഒരു ബ്ലോക്ക് ഇല്ലാതെ ഇവിടുത്തെ ട്രാഫിക് സിസ്റ്റം നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അത്രയും മനോഹരമായ ട്രാഫിക് സിസ്റ്റമാണ് ഈ രാജ്യത്തിൻ്റേത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അർമേനിയ എന്ന് പറയുന്ന രാജ്യം കുറേ മലകളുടെ ഇടയ്ക്കിലുള്ളതാണ്. ആ മലകളുടെ മുകളിലാണ് ഈ കാണുന്ന വീടുകളെല്ലാം അവർ കെട്ടിപ്പൊക്കിക്കുന്നത്. അർമേനിയയിലും MGയുടെയും മസ്തയുടെയും സുസുക്കിയുടെയും ഫോക്സ് വാഗൻ്റെയൊക്കെ ഷോറൂം അർമേനിയയിലും ഉണ്ട് നിലവിൽ. പണ്ട് കാലഘട്ടത്തിൽ ഇത്തരം ഷോറൂമുകളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തി. മലാത്തിയ മാർക്കറ്റിന് 2 സ്റ്റോപ്പ് മുമ്പ് ഇറങ്ങി. ഈ 2 സ്റ്റോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ 1 കിലോമീറ്റർ ഒന്നും നടക്കണ്ട, കുറച്ച് നടന്നാൽ മതി. ഇവർക്ക് മുട്ടിന് ബസ് സ്റ്റോപ്പുകൾ. അങ്ങനെ ഇവിടുന്ന് കുറച്ച് നടന്നതിനാൽ നമ്മൾ നമ്മുടെ മലാത്തിയ മാർക്കറ്റിലേക്ക് എത്തും. ഇത്തരം കാഴ്ചകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മളൊരു ബസ് യാത്രയിലൂടെ പോകുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ നല്ല വിശദമായി കാണാൻ പറ്റുന്നത്. ആരും പേടിക്കേണ്ട, ഇത് ഓമിനി വാൻ അല്ല കേട്ടോ. ഇത് ഓമിനി വാൻ പോലെ ഉണ്ടെങ്കിലും പക്ഷേ അത് മാരുതിയുടെ ഓമിനി വാൻ അല്ല. കമ്പനി ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല, പക്ഷേ എക്സാക്ട്ലി ഓമിനി വാൻ്റെ ഒരു കോപ്പിയാണ് ആ പോകുന്നത്. നമ്മൾ ഒറ്റ നോട്ടിൽ നോക്കുകയാണെങ്കിൽ അതൊരു ഓമിനി വാനാണെന്നാണ് പറയുള്ളൂ. പക്ഷേ അത് ഓമിനി വാനല്ല, വേറെ ഏതൊരു കമ്പനിയാണ്. ആ കമ്പനി ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇത് മലാത്തിയുടെ ഒരു സെക്ഷനിലേക്കാണ് നമ്മളിപ്പോൾ കയറി പോകുന്നത്. ഇതൊരു സെക്ഷൻ. അതിമനോഹരമായ മലാത്തിയുടെ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇനി വരും ദിവസങ്ങളിൽ വരുന്നതാണ്. ഇത് മലാത്തിയ വെജിറ്റബിൾ മാർക്കറ്റിൻ്റെ ഔട്ട്സൈഡ് വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മലാത്തിയിലെ ഓട്ടോമൊബൈൽ മാർക്കറ്റ്, അതായത് സെക്കൻഡ് ഹാൻഡ് സ്പെയർ പാർട്സ് ആക്രി സാധനങ്ങൾ കിട്ടുന്ന മലാത്തിയുടെ സ്പെയർ പാർട്സ് മാർക്കറ്റാണിത്. ഇവിടെ സെക്കൻഡ് ഹാൻഡ് വണ്ടികളുടെ സെക്കൻഡ് ഹാൻഡ് ഐറ്റംസ് കിട്ടും. എല്ലാ കാറുകളും ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ട് ഇവിടെ. നിരത്തി പിടിച്ച ഷോപ്പാണ്. മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, എൻജിനീയറിങ്ങിൻ്റെയൊക്കെ കടകൾ. ഇതാണ് മലാത്തിയൻ മാർക്കറ്റ്, വെജിറ്റബിൾ മാർക്കറ്റിൻ്റെ ഔട്ട്സൈഡ് വ്യൂ. ഇൻസൈഡ് വ്യൂ ഫുൾ വീഡിയോ നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഇനി വരും ദിവസങ്ങളിൽ ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കും. പിന്നെ യൂട്യൂബ് ചാനലിൽ എല്ലാവരും കയറി കാണാൻ നോക്കാം മാക്സിമം. നമുക്കിനി ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് കിടക്കണം. ഇവിടെ സീബ്ര ക്രോസിംഗ് ഇല്ല, അപ്പുറത്തെ സിഗ്നലിൻ്റെ അവിടെ വരെയും പോകണം. ഇനി ക്രോസ് ചെയ്യാം. അതിൻ്റെ ഇടയിൽ എൻ്റെ കൂടെ കൂടിയ പട്ടിയാണ് ഇവൻ. ഇതിപ്പോൾ നമ്മൾ മലാത്തിയ മാർക്കറ്റിൻ്റെ ബാക്ക് സൈഡിലേക്കാണ് പോകുന്നത്. ബാക്ക് സൈഡിൽ ഇവിടെ ഇഷ്ടംപോലെ ചെറിയ ചെറിയ പെട്ടിക്കടകൾ പോലത്തെ ബിയർ, വൈൻ, ആൽക്കഹോളൊക്കെ വിൽക്കുന്ന ചെറിയ കടകളാണ്. ഇതാണ് ഇവിടുത്തെ നാടൻ വാറ്റ് ചാരായം വിൽക്കുന്ന കടകൾ. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ഇത്തരം രാജ്യങ്ങളിലും ഇത്തരം സാധനങ്ങൾ കിട്ടുമെന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വീഡിയോ കൊണ്ടുവരുന്നത്. ഇവിടെ എക്സൈസ് ഡ്യൂട്ടി ഇല്ല, എക്സൈസുകാരില്ല, വാറ്റുന്നതിനും പ്രശ്നമില്ല. കാശ് കൊടുത്ത ആർക്കും എന്ത് വേണമെങ്കിലും കുടിക്കാം. ഇതിപ്പോൾ മലാത്തിയ മാർക്കറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ബിൽഡിംഗാണ്. ഇതാണ് ചെറിയ പെട്ടി. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ പോലെ ആൽക്കഹോളൊക്കെ കിട്ടുന്ന ചെറിയ പെട്ടിക്കടകൾ. ഇവിടെ വന്ന് ആർക്കും വേണമെങ്കിലും കുടിക്കാം, അതിന് യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല. ഇതാണ് അതിൻ്റെ ഇൻസൈഡ് വ്യൂ.
നമ്മളവിടെ നിന്ന് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. ഇത് പയർ, പരിപ്പ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കിട്ടുന്ന സ്ഥലമാണ് മലാത്തിയ മാർക്കറ്റിൽ. പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇത് ലാഡ കാർ, പഴയ വിൻറ്റേജ് കാറുകളാണ്. ഇത്തരം കാറുകളൊക്കെ കാണാൻ ആഗ്രഹമുള്ളവർ, കാർ പ്രേമികൾക്ക് മലാത്തിയൻ വെജിറ്റബിൾ മാർക്കറ്റിൽ വന്നാൽ കാണാൻ പറ്റും. ഇത് ഓരോ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സെയിം അതേപോലത്തെയൊക്കെ തന്നെ ഏകദേശം അതുപോലെയൊക്കെ തന്നെ ഇരിക്കുന്ന ഗ്രെയിൻസുകളാണത്. അതിൻ്റെ കുറേ വ്യൂസാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിരിക്കുന്ന സാധനം ഉപ്പിലിട്ടത്, സോൾട്ട്. ഇത് ഇവരുടെ എന്തോ പ്രത്യേകമുള്ള സംഭവമാണ്. ഉപ്പിലിട്ട സാധനം ഇവർ ഇഷ്ടംപോലെ കഴിക്കും. അതുപോലെ തന്നെ ചീസ്, ഉപ്പിലിട്ട സാധനങ്ങളെല്ലാം, കുക്കുംബർ, കോളിഫ്ലവർ, അങ്ങനെ എല്ലാ സാധനങ്ങളും അവർ ഉപ്പിലിട്ട്, പിന്നെ എന്തൊക്കെയോ പ്രത്യേകതരം ഇലകളൊക്കെ അവർ ഉപ്പിലിട്ട് കഴിക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. ഇതും ഒരു വിൻറ്റേജ് ട്രക്കാണ്, സോറി വാൻ. അങ്ങനെ ഇഷ്ടംപോലെ പഴയ പുരാതനപരമായിട്ടുള്ള കാറുകളും ബസ്സുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇന്ന് ഞാൻ പറഞ്ഞ മലാത്തിയ മാർക്കറ്റ് ഓൾറെഡി ലീവാണ്, ക്രിസ്മസ് ഡേ ആയതിൻ്റെ പേരിൽ. ഇതിപ്പോൾ ഇവിടെ ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ്. അതുമാത്രമല്ല, നിങ്ങൾ ഈ വീഡിയോ ഇപ്പം നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ വളരെ ലേറ്റായിട്ടാണ് നമ്മുടെ ചാനൽ വരുള്ളൂ. കാരണം നമുക്ക് ഇത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ പ്രോസസ്സിങ് ഉള്ളതിൻ്റെ പേരിൽ നമ്മുടെ വീഡിയോ വളരെ ലേറ്റായിട്ടായിരിക്കും വരുന്നത്. ഇത് വേറൊരു വണ്ടി, വിൻറ്റേജ് വൺ. ഈ വണ്ടികളൊക്കെ നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മലാത്തിയ മാർക്കറ്റിലേക്ക് വരാം. ഇത് സോവിയറ്റിൻ്റെ ലാഡ. ഇതൊക്കെ സോവിയറ്റ് വണ്ടികളാണ്, പഴയ വിൻറ്റേജ്. അതിൻ്റെ അകത്ത് അവൻ ഓറഞ്ചൊക്കെ കയറ്റി വെച്ചേക്കാണ്. ഇത് ലോക്ക്ഡൗൺ ക്ലോസ് ചെയ്ത് വെച്ചേക്കാണ്, നമുക്ക് തുറക്കാൻ പറ്റില്ല. പിന്നെ അങ്ങനെ ഇഷ്ടം പോലെ ഈ ഫുള്ള് മാർക്കറ്റ് ഉള്ള സമയമാണെങ്കിൽ നമുക്ക് ഇവിടെ വരാനും പറ്റില്ല, ഇവിടെ അടക്കാനും പറ്റില്ല, ആ മാതിരി തിരക്കായിരിക്കും. ഇത് മലാത്തിയ മാർക്കറ്റിൻ്റെ ഔട്ട് സൈഡ് മീൻ കച്ചവടക്കാരാണ്. ഈ മീൻ ഏത് മീനാണെന്ന് എനിക്കറിയില്ല, ഇതിൻ്റെ പേരും എനിക്കറിയില്ല. പക്ഷേ അർമേനിയയിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന മീൻ സാൽമൺ ആണെന്നാണ് പറഞ്ഞിട്ടേക്കുന്നത്. മിക്ക സൂപ്പർ മാർക്കറ്റുകളും ഞാൻ സാൽമണാണ് കണ്ടേക്കുന്നത്, പക്ഷേ ഇതേതാണെന്ന് മനസ്സിലായി. അങ്ങനെ നമ്മൾ മലാത്തിയ മാർക്കറ്റിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സിറ്റി മോളിൽ കയറി. ഇവിടുത്തെ ഒരു റാക്കാണ്, നമ്മുടെ കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള റാക്ക് നമ്മുടെ സെൽഫ് സർവീസാണ്. അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് ജ്യൂസ് കൗണ്ടറാണ് ഇവിടുത്തെ. വെറൈറ്റീസ് ഓഫ് ജ്യൂസ്. ഇവിടുത്തെ ഏറ്റവും വലിയ ബ്രാൻഡാണ് അറാറാത്തിൻ്റെ ജ്യൂസാണ് ഇതിപ്പോൾ ഈ കാണുന്ന ഗ്രേപ്പ്. അങ്ങനെ പല ഫ്ലേവർ ഓഫ് ജ്യൂസസ് ഇവിടെ അവൈലബിൾ ആണ്. ഇതെല്ലാം ആൽക്കഹോൾ അല്ല, ഇത് ജ്യൂസാണ്, നമ്മുടെ സാധാരണ നാട്ടിൽ കിട്ടുന്ന ജ്യൂസ്. പക്ഷേ അതൊരു പ്രത്യേക വെറൈറ്റിയിലാണ് ഉണ്ടാക്കിയേക്കണത്. ആ ജ്യൂസ് പൊട്ടിച്ചിട്ട് ഇത് ഷെയ്ക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് ജ്യൂസ് ആവണം. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. ഈ സാധനം ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്, സംഗതി അടിപൊളിയാണ്. അറാറാട്ടാണ് ഇവിടുത്തെ മെയിൻ ബ്രാൻഡ്. അറാറാട്ടിന് ആൽക്കഹോളും ഉണ്ട്, ജ്യൂസും ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ജ്യൂസൊക്കെ അറാറാട്ടിൻ്റെയാണ് ഏറ്റവും നല്ലത്. പിന്നെ അത് മാത്രമല്ല, ഈ ജ്യൂസുകളെല്ലാം കുപ്പികളിലാണ് ഇരിക്കുന്നത്, പ്ലാസ്റ്റിക് ബോട്ടിൽസ് അല്ല. ഇവിടെ ഏറ്റവും കൂടുതലും കുപ്പികളിലാണ് ജ്യൂസ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ നാട്ടിലേക്ക് പോലെ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ പരിപാടി ഇവിടെ ഇല്ല. അങ്ങനെ ഞാൻ പഞ്ചസാര വാങ്ങി. അപ്പം പഞ്ചസാര തൂക്കിക്കൊണ്ടിരിക്കുകയാണ്. അവനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, എനിക്ക് ഇംഗ്ലീഷ് അറിയാം. അവനിക്ക് അർമാനി അറിയാം, എനിക്ക് അർമാനി അറിയില്ല. അതാണ് ഇവിടുത്തെ വിറ്റ്. ഇപ്പോഴത്തെ കരകരാന്ന് സൗണ്ട് കേൾക്കുന്നത് കാപ്പിപ്പൊടി പൊടിക്കണ മെഷീനാണ്. കാപ്പിപ്പൊടി നമ്മുടെ ഉണ്ടാവുകൊണ്ട് വാങ്ങുന്നില്ല. അങ്ങനെ പഞ്ചസാര കിട്ടി. ഇനി ബാസ്ക്കറ്റിൽ കൊണ്ട് സാധനം ഇട്ടാൽ പരിപാടി ക്ലോസ്. ബാസ്ക്കറ്റ് എവിടെ, ഇവിടെ വാ, കമോൺ ബാസ്ക്കറ്റ്. ആ കിട്ടി. ഡംബ്. ഇതെന്താ സാധനമെന്ന് എനിക്കറിയില്ല. നേരത്തെ ലഞ്ചിന് വേണ്ടി 2-3 പേര് വന്ന് ഇത് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. എന്തോ നൂഡിൽസ് എടുത്തൊരു സെറ്റപ്പാണ്. പിന്നെ പയറ് വേവിച്ചതും, പിന്നെ അതിൻ്റെ ഇടയിൽ ചിക്കൻ്റെ ലെഗ് പീസ് ഉണ്ട്, കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഷവായ ഉണ്ട്. 1690 ഡ്രംസ്. ഇത് നല്ല നാടൻ ചിക്കൻ എന്നൊക്കെ പറയാൻ മാത്രമേ പറ്റുള്ളൂ. ഇവിടെ എല്ലാം ഫ്രോസൺ ചിക്കൻ മാത്രമേ കിട്ടുള്ളൂ. നമ്മുടെ നാട്ടിൽ പോലെ ചിക്കൻ കടകളൊന്നുമില്ല, അതൊക്കെ അപൂർവം മാത്രം. ഇത് ചീസിൻ്റെ സെക്ഷനാണ് ഫുള്ള്. ഇത് ഫുൾ ഓഫ് മിഠായിസ്, സ്വീറ്റ്സ്. അർമേനിയയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇവിടുന്ന് സ്വീറ്റ്സ് വാങ്ങിക്കൊണ്ടുപോകാം. സ്വീറ്റ്സ് വേണ്ടവർക്ക് ഓരോന്നോരോന്നായി എടുക്കാം. ഇപ്പോൾ ക്രിസ്മസ് ആയിട്ട് നല്ല ഓഫറൊക്കെ ഉണ്ട്. പക്ഷേ കമ്പയർ ടു ഇന്ത്യ റേറ്റൊക്കെ ഏകദേശം സെയിം ഒക്കെ തന്നെയാണ്. ചെറിയ മാറ്റങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൂ. ക്രിസ്മസ് ആയിട്ട് പല വെറൈറ്റീസ് ഓഫ് ബോക്സ് സ്വീറ്റ്സ് ഒക്കെ ഇവിടെയുണ്ട്. ഇതൊരു യൂറോപ്യൻ കൾച്ചറാണ്. മിക്ക യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇങ്ങനത്തെ ഒരു പരിപാടിയുണ്ട്. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ്. ഇവിടുത്തെ മെയിൻ സാധനം ഡ്രൈ ഫ്രൂട്ട്സ്. ഏത് കുഞ്ഞിപ്പെട്ടിക്കടയിൽ പോയാലും ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടാവും. അർമേനിയക്കാർക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഭയങ്കര പ്രാധാന്യമുള്ളൊരു സംഭവം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എവിടെ ചെന്നാലും ഇത് കാണും. ഇതാണ് മക്കളെ ലൈവ് ഫിഷ്. ഇത് നമുക്ക് കാണേണ്ട സംഭവം തന്നെ. നമ്മൾ പറയുന്ന ഫിഷിനെ അവർ ലൈവായിട്ട് പിടിച്ച് ലൈവായിട്ട് കട്ട് ചെയ്ത് നമ്മുടെ കൈ തരും. അതെങ്ങനെ ഞാനിപ്പോൾ കാണിച്ചു തരാം. നമുക്കിത് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. നമുക്കൊരു ചാൻസ് കിട്ടുമോ നോക്കാം. ആടതെ തലമണ്ടൊക്കെ അടിച്ചു കൊള്ളുന്നുണ്ട് ഹാമറിന്. അങ്ങനെയാണ് ഇവിടെ മീനെ കൊല്ലുന്നത്. ഇവന്മാരെങ്ങനെയാണ് മീനെ അറക്കുന്നത്? തലക്ക് ഹാമറിന് അടിക്കും, എന്നിട്ട് നമ്മുടെ കയ്യിലേക്ക് പാക്ക് ചെയ്ത് തരും, ക്ലീൻ ചെയ്ത്. പിന്നെ അർമേനിയയിൽ വന്നു കഴിഞ്ഞാൽ വേറൊരു പ്രത്യേകത വെച്ചാൽ എല്ലാ സൂപ്പർ മാർക്കറ്റ് കൗണ്ടറുകളിലും മണി എക്സ്ചേഞ്ചുകളുണ്ടാവും. ഈ മണി എക്സ്ചേഞ്ചുകളിൽ നമ്മളുടെ കയ്യിലിരിക്കുന്ന ഡോളറുകൾ കൊടുത്താൽ ആ നാട്ടിലെ കറൻസി ഏതാണെന്നുള്ളത് അവിടുത്തെ അന്നത്തെ റേറ്റും അനുസരിച്ച് നമുക്ക് അവിടുത്തെ കറൻസി നമ്മുടെ കയ്യിലേക്ക് തരും. ഇപ്പോൾ അനസ്ക്ക് $20 കൊടുത്ത് അനസ്കാക്ക് ഇപ്പോൾ കയ്യിലേക്ക് കിട്ടിയത് എത്രയെന്ന് ഞാൻ പറഞ്ഞുതരാം.
ജസ്റ്റ് വെയിറ്റ് ഫോർ എ സെക്കൻഡ്. നമുക്ക് ആ ബില്ല് ചെക്ക് ചെയ്യാം. ഉള്ളി തരുമോ ഇല്ലെന്ന് നമുക്ക് നോക്കാം. കമോൺ മൈ ബോയ്, കമോൺ, ഗിവ് മീ. യാ that's it. ഇക്കാക്ക് കിട്ടിയത് 880 ഡ്രാംസ്. 880 ഡ്രാംസ്. അപ്പോൾ ഇനി നമുക്ക് നേരെ ലോക്കർ സെറ്റിങ്സിലേക്ക് പോകാം. അവിടെ പോയി എങ്ങനെയാണ് ലോക്കറിൽ നിന്ന് സാധനം എടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ വെച്ച ലോക്കർ. അപ്പോൾ ലോക്കർ മാറിപ്പോയി. സോറി. ഇതാണ് നമ്മുടെ ലോക്കർ. കിട്ടി 11 2530 2580. അതാണ് നമ്മുടെ ലോക്കർ നമ്പർ. തുറന്ന് കണ്ട നമ്മൾ സെറ്റ് ചെയ്ത് നമ്മൾ വെച്ചും പോയി. നമ്മൾ അൺലോക്ക് ചെയ്തില്ലേ. ഇനി വേറെ ആരും വന്നിട്ട് സാധനം വെച്ചിട്ട് അടച്ചു കഴിഞ്ഞാൽ നമ്പർ ഇഷ്ടമുള്ള നമ്പർ ആക്കി കഴിഞ്ഞാൽ ലോക്കാവും. അങ്ങനെയാണ് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിലെ ലോക്കറിങ് സെറ്റപ്പ്. എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഉണ്ട്. ഇവിടുത്തെ മിക്ക സൂപ്പർ മാർക്കറ്റും. അങ്ങനെ നമുക്ക് ഇനി സാധനങ്ങളൊക്കെ കിട്ടി. ഇനി നമ്മൾ ബസ് കയറാൻ നേരെ ഹോസ്റ്റലിലേക്ക് വിടാം. ഇനി നമുക്ക് ബസ് സ്റ്റോപ്പിലേക്ക് പയ്യെ ഇവിടെ നിന്ന് നടന്ന് കുറച്ചും കൂടി പോകണം. ഇതും ഒരു ബസ് സ്റ്റോപ്പാണ്. ബസ് സ്റ്റോപ്പിൻ്റെ ബോർഡാണ് ആക്കുന്നത്. കുറച്ച് ഫ്രണ്ടിലേക്ക് നടന്നു വേണം നമുക്ക് ബഗർവാൻ സ്ട്രീറ്റിലേക്ക് പോകാനുള്ള ബസ് കയറാൻ വേണ്ടി നിൽക്കേണ്ടത്. ഇവിടെ ചിലപ്പോൾ നമ്മുടെ ബസ് വന്ന് നിർത്തണമെന്നില്ല. ഇതാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ്. ഇവിടെ വന്ന് നിന്നാലാണ് നമുക്ക് ബസ് കിട്ടുള്ളൂ. അപ്പം നമുക്ക് ഇനി വരാനുള്ള ബസ് അതൊന്നും നമുക്ക് മാപ്പിൽ നോക്കിയിട്ട് ഇനി അതിൽ നിന്ന് കയറി പോകാം. ഇത് ഇലക്ട്രിക് ബസ്. ഞാൻ ഇതിനു മുമ്പ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇലക്ട്രിക് ബസ് എങ്ങനെ പോകണമെന്ന്. ആ ലൈനിലൂടെയാണ് ഇലക്ട്രിക് ബസ് പോകുന്നത്. അങ്ങനെ നമുക്ക് നമ്മുടെ ബസ് എത്തി. ഈ ബസ്സിൽ കയറാം. ഇനി നേരെ ഹോസ്റ്റലിൽ ചെന്നിറങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എം ടി ടാങ്കിൻ്റെ ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെയും കാത്തിരിക്കുക. സ്റ്റേ ട്യൂൺഡ്.